അബ്ര, ഖുറേഷി അബ്ര. ഇതിഹാസങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. പരാജയങ്ങളുടെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും ലോകം അവരെ എഴുതിത്തള്ളി തുടങ്ങുമ്പോഴും ഉജ്ജ്വലമായ വിജയങ്ങളോടെ തങ്ങളുടെ സാന്നിധ്യം അനിഷേധ്യമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു അവർ. എമ്പുരാൻ എന്ന സിനിമയുടെ പ്രീ ബുക്കിംഗ് വിജയങ്ങൾ ഒരു ഇതിഹാസ താരത്തിൻ്റെ ശക്തമായ തിരിച്ചുവരവിന് മുന്നോടിയാണ്. പുലിമുരുകനിലൂടെ ആദ്യമായി 100 കോടി എന്ന നാഴികക്കല്ല് മലയാളത്തിലും സാധ്യമെന്ന് തെളിയിച്ച ലൂസിഫറിലൂടെ മലയാള സിനിമയുടെ വിജയ തുടർച്ചകളുടെ പാത വെട്ടിത്തുറന്ന ലാലിന് എമ്പുരാൻ എന്ന ബ്ലോക്ക് ബസ്റ്ററിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിക്കാൻ കഴിയുമെന്ന് ബുക്ക് ബൈ ഷോ റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നു. ക്രിക്കറ്റിൽ വാഷൗട്ട് അടക്കം വൻ തോൽവികൾ നേരിട്ട ഇന്ത്യൻ ടീമിനെ ലോക ചാമ്പ്യന്മാരാക്കി മാറ്റുന്നതിനു പിന്നിൽ ഒരു ഇതിഹാസ താരത്തിൻ്റെ ശക്തമായ തിരിച്ചുവരവ് ഉണ്ടായിരുന്നു. നിർമ്മാണത്തിൻ്റെ നഷ്ടക്കണക്കുകളിൽ കൂപ്പുകുത്തുന്ന മലയാള സിനിമയ്ക്ക് ഒരു വൻ വിജയത്തോടെ തുറക്കുന്ന പാൻ ഇന്ത്യൻ മാർക്കറ്റ് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നു. അത്തരം ഒരു വിജയം മലയാളത്തിലെത്തിക്കാൻ ഇന്നും കെൽപ്പുള്ള ഇതിഹാസ താരമാണ് മോഹൻലാൽ. ബ്രഹ്മാണ്ഡ ചിത്രമായ നരസിംഹത്തിൽ തുടങ്ങിയ ടൈപ്പ് കാസ്റ്റ് മാസ് സിനിമ പരമ്പരകൾ ആ നിരയിലെ പല സിനിമകളും ഫ്ലോപ്പായപ്പോൾ ബാലേട്ടൻ എന്ന കുടുംബ ചിത്രത്തിലൂടെ തിരിച്ചു വരുന്നു. പിന്നെയും ഫ്ലോപ്പുകൾക്കിടയിൽ ദൃശ്യം എന്ന ഫാമിലി സിനിമയിലൂടെ മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രം മോഹൻലാൽ സമ്മാനിക്കുന്നു. പുലിമുരുകൻ എന്ന ഇൻഡസ്ട്രിയൽ ഹിറ്റിലൂടെ 100 കോടി എന്ന മാന്ത്രിക സംഖ്യ മലയാള സിനിമ തൊട്ടു. സഹനായക കഥാപാത്രത്തിൽ പ്രേക്ഷകഹൃദയം കീഴടക്കിയ ജില്ല എന്ന തമിഴ് സൂപ്പർ ഹിറ്റ് മൂവിയും ജനതാ ഗ്യാരേജ് എന്ന തെലുങ്ക് ഹിറ്റ് മൂവിയും സൗത്ത് ഇന്ത്യൻ ആരാധകരെ വീണ്ടും മോഹൻലാൽ ഫാൻസാക്കി മാറ്റുന്നു. ഇരുവർ പോലുള്ള സിനിമകളിലൂടെ നേടിയ ആരാധകവൃന്ദം വീണ്ടും ശക്തമാവുന്നു. രണ്ടാമൂഴം എന്ന 600 കോടി പ്രൊജക്റ്റിനെ കുറിച്ചുള്ള വാർത്തകൾ സജീവമാകുന്നു. എന്നാൽ അതേ സംവിധായകൻ ഒരുക്കിയ ഒടിയൻ ആ പ്രതീക്ഷകൾ ഇല്ലാതാക്കി. ഒടിയനു ശേഷം വീണ്ടും ഫ്ലോപ്പുകളിലേക്ക് പോയപ്പോൾ ലൂസിഫർ എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവ്. പുലിമുരുകൻ്റെ വിജയം ആവർത്തിക്കുന്ന ഒരു വിജയമായിരുന്നു ലൂസിഫർ നേടിയത്. വിൻറ്റേജ് മോഹൻലാലിനു വേണ്ടി ഒരുപറ്റം ആരാധകർ ഇന്നും കാത്തിരിക്കുന്നുവെങ്കിലും അതെല്ലാം അപ്രായോഗികമായ കാര്യങ്ങളായി മാറിയിരിക്കുന്നു. അതിനിടെ വീണ്ടും ഫ്ലോപ്പുകൾ. മരക്കാർ എന്ന പ്രിയദർശൻ ചിത്രം തിരക്കഥയിലും കാസ്റ്റിങ്ങിലും മേക്കിങ്ങിലുമെല്ലാം ഫ്ലോപ്പായി മാറി. വാലിബൻ എന്ന വാനോളം പ്രതീക്ഷ നൽകിയ ചിത്രം സ്ലോ പേസ് പരീക്ഷണത്തിൽ കാലുടറി വീഴുന്നു. സ്വയം സംവിധാനം ചെയ്ത ബാറോസ് മറ്റൊരു ഫ്ലോപ്പായി മാറുന്നു. മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മോഹൻലാലിന് പോലും അറിയില്ലായിരുന്നു. മോഹൻലാൽ എന്ന താരത്തിൻ്റെ കൊമേഴ്ഷ്യൽ പോസിബിലിറ്റീസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാവുന്ന 2 ചെറുപ്പക്കാർ. അവർ വീണ്ടും മോഹൻലാലിലൂടെ മലയാള സിനിമയുടെ വളർച്ച സാധ്യമാക്കുന്നു. മോഹൻലാൽ എന്ന താരത്തിനെ എങ്ങനെ സിനിമയിൽ അവതരിപ്പിക്കണമെന്ന് കാണിച്ചു തരുന്നു. ശരിയായ മീറ്ററിൽ മോഹൻലാലിനെ സിനിമയിൽ അഴിച്ചുവിടുമ്പോൾ ബോക്സ് ഓഫീസ് കത്തിയെരിയുന്നു. സിനിമയിൽ ജീവിക്കുന്ന പ്രേക്ഷകരുടെ പൾസ് അറിയുന്ന ബ്രില്യൻ ഡയറക്ടറാണ് പൃഥ്വിരാജ്. മോഹൻലാലിനെ വെച്ച് കോമാളി കളിപ്പിക്കുന്ന സംവിധായകർക്ക് ഒരു പാഠമാണ് ഈ യുവ സംവിധായകൻ നൽകുന്നത്. മോഹൻലാൽ എന്ന ഡയറക്ടേഴ്സ് ആക്ടറെ എങ്ങനെ ഉപയോഗിക്കണമെന്ന പാഠം. എങ്ങനെയാണ് മലയാള സിനിമയെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന് പൃഥ്വിരാജ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു. മുരളി ഗോപി എന്ന പ്രതിഭാധനനായ എഴുത്തുകാരൻ്റെ സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒന്നാണ്. എമ്പുരാൻ ട്രെയിലർ റെസ്പോൺസും അതിന് ഇന്ത്യൻ സിനിമയിലെ പ്രമുഖർ പറയുന്ന അഭിപ്രായങ്ങളും വളരെ ആശാവഹമാണ്. പ്രീ ബുക്കിംഗ് റെക്കോർഡുകളും വരാനിരിക്കുന്ന ബോക്സ് ഓഫീസ് ഹിറ്റിലേക്കുള്ള സൂചനകൾ തന്നെ.
ഇൻ്റർനാഷണൽ മേക്കിംഗ് ക്വാളിറ്റിയിൽ നിർമ്മിച്ച എമ്പുരാൻ എന്ന സിനിമ പാൻ ഇന്ത്യ ഭരിക്കുന്ന കാഴ്ച വരും ദിനങ്ങളിൽ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.